ഇന്നലെ ശരിക്ക് ചെന്നൈയുടെ ഒരു കംബാക്ക് മാത്രമല്ല കേട്ടോ, അതിന്റെ ഇടയിൽ ഒരു മാച്ചിനെ കുറിച്ച് പറയാൻ തന്നെ വിട്ടുപോയി. ഇന്നലെ രണ്ട് മാച്ചസ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ മാച്ച് ആയിരുന്നു SRH വേഴ്സസ് PBK. ആ മാച്ച് ഏകദേശം കഴിയുന്ന തന്നെ 7:30 ആവാനാകുമ്പോഴേ, ഏകദേശം 7:20 7:25 മാച്ച് കഴിഞ്ഞത്. മാച്ച് കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്ക് തന്നെ അടുത്ത മാച്ച് സ്റ്റാർട്ടും ആയി, നമ്മുടെ ചെന്നൈയുടെ മാച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഫസ്റ്റ് ബാറ്റ് ചെന്നൈക്ക് തന്നെ. അപ്പൊ എന്തായാലും നമ്മൾ അറിയാലോ, സഞ്ജുവിന്റെ ബാറ്റിംഗ് ഉണ്ടാവും, ഓപ്പണിംഗ് തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പൊ എന്തായാലും അത് കാണണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റേ മാച്ചിനെ കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ല. ശരിക്കും ഇന്നലത്തെ ആ ഒരു മാച്ചും ഗംഭീര മാച്ചായിരുന്നു. കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്ത SRH 219 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു, 6 വിക്കറ്റ് നഷ്ടത്തിൽ. നമ്മുടെ അഭിഷേക് ശർമ്മ നല്ല വെടിക്കെട്ട് അടി തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു, 8 സിക്സ് ഒക്കെ അടിച്ച് ഏകദേശം 74 റൺസ്. നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു. ഓപ്പണിംഗിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഗംഭീരമായിട്ട് തന്നെ അടിച്ചാണ് തുടങ്ങിയത്. പിന്നീട് വന്നിട്ടുള്ള ഇഷാൻ കിഷനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിച്ചിട്ട് പോയി. പക്ഷേ നമ്മുടെ ഹെൻറിച്ച് ക്ലാസിനാണ് ഒരു ആങ്കർ ഇന്നിംഗ്സ് റോളിൽ കളിച്ച് ബൗണ്ടറീസ് ഒന്നും അധികം ഇല്ലാതെ, പക്ഷെ എന്നാലും നല്ലൊരു സ്കോർ അടിച്ചിട്ടാണ് ഏകദേശം എല്ലാവരും കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ 219 റൺസ് എന്നുള്ളൊരു അത്യാവശ്യം നല്ലൊരു ടോട്ടൽ. കാരണം ഇന്നത്തെ നമ്മുടെ ചെന്നൈയുടെ മാച്ച് തന്നെ കണ്ടില്ല, 212 റൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 219 അത്യാവശ്യം നല്ലൊരു സ്കോറാണ്. പക്ഷേ നമുക്കറിയാം PBKസിന്റെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ്, എന്നാൽ SRHന്റെ ബൗളിംഗ് അത്ര സ്ട്രോങ്ങും അല്ല, കുറച്ച് വീക്കും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചേസിംഗ് എന്ന് പറയുന്നത് വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാച്ച് എന്ന് തന്നെ പറയാം. അത് ഓൾറെഡി ഒരു പ്രഡിക്റ്റഡ് ആയിരുന്നു. കാരണം ശ്രേയസ് അയ്യർ ഉണ്ട്, പ്രഭ്സിമ്രാൻ ഉണ്ട്, പ്രിയാൻ ഷാരി ഉണ്ട്. ഒറ്റക്ക് ഒരാൾക്ക് തന്നെ കളി ജയിപ്പിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആണ് ശരിക്കും പഞ്ചാബ് കിങ്സിലുള്ളത്. 219 റൺസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, നന്നായിട്ട് തന്നെ ബൗളേഴ്സ് ഒക്കെ അടി വാങ്ങിയിട്ടുണ്ടാവുന്നുള്ളത്. പഞ്ചാബിന്റെ ബൗളേഴ്സിൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻപന്തിയിൽ നമ്മുടെ ഹർഷദീപ് സിംഗ് ഉണ്ടായിരുന്നു, ഏകദേശം 50 അടിച്ചിട്ടുണ്ടായിരുന്ന ആള് 4 ഓവറിൽ. പക്ഷേ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാട്ട്ലെറ്റ് ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ ഉള്ളൊരു ബോളറാണ്. പക്ഷെ ഇന്നലെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് ബോൾ ചെയ്തത് നമ്മുടെ ശശാങ്ക് സിംഗ് ആണ്. കാരണം 3 ഓവറിൽ വെറും 20 റൺസ് വിട്ടുകൊടുത്തിട്ട് 2 വിക്കറ്റ്, ഏകദേശം 6 പോയിന്റ് സംതിങ് ആ ഒരു എക്കണോമിയിൽ കിട്ടിലായിട്ട് ബോൾ ചെയ്തും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 വിക്കറ്റ് തന്നെയാണ് ശശാങ്ക് സിംഗ് എടുത്തതും നമ്മുടെ അഭിഷേക് ശർമ്മയുടെയും ട്രാവിസ് ഹെഡിന്റെയും. കാരണം രണ്ടുപേരുമാണ് വെടിക്കെട്ടായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടുപേരുടെയും വിക്കറ്റ് ശശാങ്ക് സിംഗിനെ എടുത്തതുകൊണ്ട് കളിയിലൊരു ബിഗ് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബിഗ് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരാളായിരുന്നു ശശാങ്ക് സിംഗ്. അങ്ങനെ ചേസിംഗിലോട്ട് പഞ്ചാബ് ഇറങ്ങുകയാണ്. നമുക്കറിയാം, സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പണിംഗ് പെയർ ആണ് പ്രഭ്സിമ്രാനും അതുപോലെ പ്രിയാൻ ഷാരിയും. ആ ഒരു പതിവ് തെറ്റിക്കാത്ത രീതിയിൽ തന്നെ രണ്ടുപേരും വെടിക്കെട്ടോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിൽ 20 ബോളിൽ 57 റൺസ് എടുത്ത് പ്രിയാൻ ഷാരിയ 5 4ഉം 5 6ഉം. എൻ്റെ അമ്മോ, അതും 285 സ്ട്രൈക്ക് റേറ്റിൽ. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വെടിക്കെട്ട്. അത് കൂടാണ്ട് പ്രഭ്സിമ്രാനും അതുപോലെ തന്നെ അടിച്ചു 25 ബോളിൽ 51 റൺസ്. അവിടെ 4 4ഉം 4 6ഉം. അതായത് ഭയങ്കര ഒരു ബാലൻസിങ് ആയിട്ടുള്ളൊരു കളി എന്ന് പറയാം. അതായത് 4നോ 6നോ പരിഭവം ഇല്ലാത്ത രീതിയിൽ രണ്ടുപേരും ഒരേപോലത്തെ അടികൾ. അത് പ്രിയാൻ ഷാരി 5-5 ആണെങ്കിൽ ഇവിടെ 4-4 എന്നുള്ള രീതിയിൽ. അതും സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ 200 മേലെ തന്നെ 204 സ്ട്രൈക്ക് റേറ്റിലാണ് പ്രഭ്സിമ്രാനും അടിച്ചിട്ടുണ്ട്. ആ ഒരു പൊളി തുടക്കം കിട്ടിയോണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് പോകുന്നൊരു സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ശിവാങ് കുമാർ എന്ന് പറഞ്ഞ ആ ഒരു ബൗളർ 3 വിക്കറ്റ് 4 ഓവറിൽ 33 റൺസ് മാത്രം വിട്ടുകൊടുത്തുണ്ട്. 3 വിക്കറ്റ്. അതും 3 വിക്കറ്റും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്കറ്റ്. നമ്മുടെ പ്രഭ്സിമ്രാൻ, പ്രിയാൻ ഷാരി, അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ മാച്ചിലൊക്കെ നമ്മുടെ മാച്ച് വിന്നർ ആയിട്ടുള്ള കൂപ്പർ കോൺലിയുടെ വിക്കറ്റും, 3 പേരുടെ വിക്കറ്റും ആളെടുത്തിട്ട് കളിയിൽ അഗെയിൻ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി കളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്തു. പക്ഷെ ഇതൊന്നും കൊണ്ട് പഞ്ചാബിനെ തകർക്കാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു സത്യമായിരുന്നു. കാരണം നമ്മുടെ അയ്യർ ദ ഗ്രേറ്റ് ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം നടക്കത്തേ ഇല്ല. കാരണം ആള് വെറുതെ ഒരു ക്യാപ്റ്റൻസി ചമഞ്ഞുകൊണ്ട് ഫീൽഡിംഗ് സെറ്റ് ചെയ്യുക, വിക്കറ്റ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ആള് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ കളി ജയിപ്പിച്ചിട്ടുള്ള മുന്നത്തെ കുറെ മാച്ചസ് ഉണ്ട്. ആ ഒരു സംഭവം ഇന്നലെയും കാണാൻ പറ്റി. 33 ബോളിൽ 69 റൺസ്, 5 4 5 6. എഗെയിൻ നമ്മുടെ പ്രിയാൻ ഷാരി അടിച്ച അതേ സ്റ്റൈലിൽ. പക്ഷേ ആങ്കർ ഇന്നിങ്സ് കളിക്കേണ്ട സ്ഥലത്ത് കളിച്ച്, എന്നാൽ അടിക്കേണ്ട സ്ഥലത്ത് അടിക്കുകയും ചെയ്തു. റിക്വയർഡ് റൺ റേറ്റ് കുറയാണ്ട് കളി ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുപോയിട്ട്, അതും അപ്പുറത്ത് നിൽക്കുന്ന ഓരോ ബാറ്റ്സ്മാൻമാരെ കറക്റ്റായിട്ട് പിടിച്ചു നിർത്തിക്കൊണ്ട് അവർ ഔട്ടാകാതെ. കാരണം നിഹാൽ വധേര ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു, അധികം നേരം നിന്നില്ല. പക്ഷെ നിഹാൽ വധേരനെ അവിടെ നിർത്തിക്കൊണ്ട് ശ്രേയസ് അയ്യർ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിഹാൽ വധേര ഒന്ന് അടിച്ചു നോക്കിയപ്പോഴാണ് ഔട്ടായത്. പക്ഷെ അവിടെ ശ്രേയസ് അയ്യർ ഓൾറെഡി നല്ല രീതിയിൽ അടിച്ച് കളി ജയിപ്പിക്കേണ്ട ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കളി ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ശരിക്കും SRH ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷെ SRHന് നല്ലൊരു ബൗളറിന്റെ കുറവുണ്ടായിരുന്നു. കാരണം ശിവാങ് കുമാറിനെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ള ബൗളേഴ്സിന്റെ സപ്പോർട്ട് കുറവായതുകൊണ്ട് തന്നെ പിന്നീട് ഇറങ്ങിയ നമ്മുടെ ബൗളിംഗിൽ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ശശാങ്ക് സിംഗ് ഇറങ്ങി. ശശാങ്ക് സിംഗ് നമുക്ക് അറിയാലോ, അതായത് കഴിഞ്ഞ 2025 തോന്നുന്നു ചില മാച്ചുകളൊക്കെ ഓൾറെഡി ജയിപ്പിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്, നല്ലൊരു ഫിനിഷറും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശശാങ്ക് സിംഗ് വന്ന് കൂളായിട്ട് കളി ഇങ്ങനെ മെല്ലെ അടിക്കേണ്ട സ്ഥലത്ത് അടിച്ച്, എന്നാൽ ശ്രേയസ് അയ്യറിന്റെ അതേ ഫോർമാറ്റിൽ കളിച്ച് രണ്ടുപേരും കൂടി കളി അങ്ങോട്ട് ജയിപ്പിച്ചു. അതും 7 ബോൾ ബാക്കി നിൽക്കുക. അതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം 219 സ്കോർ അവർ അടിച്ചിട്ടില്ല, 220 ടോട്ടൽ. പക്ഷെ എന്നാലും അതും ഈസി ആയിട്ട് 7 ബോൾ ബാക്കി നിൽക്കുക. 6 വിക്കറ്റിന്റെ വിജയം, ബിഗ് വിൻ എന്ന് പറയാം. അങ്ങനെ ഇന്നലെ PBK അൺബീറ്റൻ ആയിട്ട് വീണ്ടും ജയിച്ചിരിക്കുകയാണ്. അതും ശ്രേയസ് അയ്യർ തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് മികച്ച ക്യാപ്റ്റൻസി, മികച്ച ബാറ്റർ, മികച്ച ഫീൽഡർ, എല്ലാം കൊണ്ടും പൊളി പ്ലെയർ ആണ് ശരിക്കും ശ്രേയസ് അയ്യർ. ഇന്നും ഡബിൾ ഹെഡർ മാച്ച് തന്നെയാണ് ഉള്ളത്. 2 മാച്ചസ് ഉണ്ട്. സൂപ്പർ സൺഡേ ആണ്. നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ മാച്ചസിനായിട്ട്. അത്രേ ഉള്ളൂ.